CPIM സെമിനാറിൽ പങ്കെടുത്ത സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉയർത്തിയ വിമർശനങ്ങളിൽ UDF നിലപാട് എന്താകുമെന്നതിൽ ആകാംക്ഷ. ഉമർ ഫൈസി ഉയർത്തിയ വിമർശനങ്ങൾ വഖഫ് ബോർഡ് വിഷയത്തിൽ അടക്കമുള്ള എതിർപ്പിനെ തുടർന്നെന്നാണ് വിലയിരുത്തൽ. വഖഫ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി ബോർഡ് പുനർസംഘടിപ്പിക്കാൻ സർക്കാർ തരം താഴ്ന്ന നീക്കങ്ങൾ നടത്തിയെന്നും RSSനോട് കൂട്ടുകൂടാൻ UDFന് ഒരു മടിയും ഇല്ല എന്നുമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. UDFനും ലീഗിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പുകഴ്ത്തിയുമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസംഗം. ഹംസയാണ് ചെയർമാൻ, KS ഹംസ. അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. സഖാവ് ഉമർ ഫൈസി അവർ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, അപ്പോൾ സ്വയം സഖാവ് എന്ന് പോലും ഒരു പൊതുവേദിയിൽ സ്വയം പറയുകയാണ് ഉമർ ഫൈസി. അപ്പോൾ UDF സർക്കാരിനെതിരെ കടുത്ത വിമർശനം, ലീഗിനെതിരെ വിമർശനം, RSSുമായി ചേർത്ത് വെച്ച് പോലും വിമർശിക്കുന്നുണ്ട് ഉമർ ഫൈസി. അപ്പോൾ എന്ത് മറുപടി പറയും UDF നേതൃത്വം എന്നുള്ളതിലാണ് ഇനി ആകാംക്ഷ. അഭിജിത്ത്, തീർച്ചയായും ഷിഹാസ്, എങ്ങനെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ UDF പ്രതികരിക്കുക, ഏത് തരത്തിലുള്ള നിലപാടാണ് UDF സ്വീകരിക്കുക എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കിക്കാണേണ്ട വിഷയമാണ്. അതിൽ ഉമർ ഫൈസി മുക്കം പറഞ്ഞതുപോലെ തന്നെ സഖാവ് എന്നാണ് തന്നെ വിശേഷിപ്പിക്കുന്നത് എന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിൽ CPM അനുകൂല നിലപാടെടുക്കുന്ന ആളായി തന്നെയാണ് ഉമർ ഫൈസി മുക്കത്തെ നേരത്തെയും കണ്ടിരുന്നത്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ മുൻപും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ മലപ്പുറത്ത് സംസ്ഥാന സർക്കാരിനെതിരെ സംഘടിപ്പിച്ച CPM പരിപാടി, CPM സെമിനാറിൽ പങ്കെടുക്കവെയാണ് ഇങ്ങനെയൊരു പ്രതികരണം അത് ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വഖഫ് വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിനെയും മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ചും അതിരൂക്ഷമായാണ് ഉമർ ഫൈസി മുക്കം വിമർശിച്ചിട്ടുള്ളത്. വഖഫ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തരം താഴ്ന്ന നീക്കങ്ങൾ നടത്തി എന്നുള്ള അതിരൂക്ഷ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 2 RSSകാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നു. മുസ്ലിം ലീഗിന്റെ വകുപ്പാണത്. അതിനാൽ തന്നെ ആ വകുപ്പിലെ അഭിഭാഷകനാണ് കോടതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ എന്താണ് ഇതിൽ മുസ്ലിം ലീഗിന് പറയാനുള്ളത് എന്നൊരു ചോദ്യം കൂടി ഉമർ ഫൈസി മുക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു പ്രതികരണം അത് സമസ്തയുടെ മുഷവറ അംഗത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനോടുള്ള UDFന്റെ പ്രതികരണം, ഏത് രീതിയിലാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക, പ്രതികരിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഷിഹാസ്, ശരി അഭിജിത്ത്.